ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെയൊക്കെ ജീവിതത്തിലെ സ്ട്രെസ്സ് അല്ലെങ്കിൽ പിരിമുറുക്കം അതെങ്ങനെ കുറയ്ക്കാം, അല്ലെങ്കിൽ അതൊക്കെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് ഒരു ഹെൽത്തി മൈൻഡ്, ഒരു ഹെൽത്തി ലൈഫ് എങ്ങനെ നമുക്ക് സ്വന്തമാക്കാം, സ്ട്രെസ്സ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു 6 ടിപ്സുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. സ്ട്രെസ് എന്ന ഇംഗ്ലീഷ് വേർഡിലെ ഓരോ ലെറ്റർ എടുത്ത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ഏതൊക്കെയാണ് ആ ടിപ്സ് എന്ന്. സ്ട്രെസ് എന്ന വേർഡിലെ ഒന്നാമത്തെ അക്ഷരം എസ് ആണല്ലോ. ഷെയർ ടു സംവൺ ഹു വി ക്യാൻ ട്രസ്റ്റ്. അതെ, നമുക്ക് മാനസിക പിരിമുറുക്കം ഉണ്ടാവുമ്പോൾ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയോട് നമ്മുടെ വിഷമങ്ങളൊക്കെ ഒന്ന് തുറന്നു പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വലിയൊരു ആശ്വാസം ലഭിക്കും. അതാണ് ഒന്നാമത്തെ ടിപ്പ്. സ്ട്രെസ് എന്ന ഇംഗ്ലീഷ് വേർഡിലെ രണ്ടാമത്തെ അക്ഷരമായ ടിയിൽ നിന്ന് തുടങ്ങുന്ന സ്ട്രെസ് റെഡ്യൂസ് ചെയ്യാനുള്ള രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ടൈറ്റൻ യുവർ മസിൽസ് ആൻഡ് ദെൻ റിലാക്സ്. നമുക്ക് സ്ട്രെസ് ഉണ്ടാവുമ്പോൾ, പിരിമുറുക്കം ഉണ്ടാവുമ്പോൾ നമ്മുടെ മസിൽസിനെ നന്നായിട്ട് നമ്മൾ ടൈറ്റൻ ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് നമ്മൾ ശ്വാസം വലിച്ചു പിടിച്ച് ഒരു 2-3 സെക്കൻഡ് കഴിയുമ്പോൾ ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ഈ ടൈറ്റൻ ചെയ്ത മസിൽസും റിലാക്സ് ചെയ്യുക. നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ സ്ട്രെസ്സ് നന്നായിട്ട് കുറയും. ഇത് നല്ലൊരു ടെക്നിക്കാണ്. അതാണ് രണ്ടാമത്തെ ടിപ്പ്. മൂന്നാമത്തെ ടിപ്പ് തുടങ്ങുന്നത് R എന്ന അക്ഷരത്തിൽ നിന്നാണല്ലോ. അതെ, റീചാർജ് യുവർ സെൽഫ്. നമുക്ക് മാനസികമായ പിരിമുറുക്കം ഉണ്ടാവുമ്പോൾ, സ്ട്രെസ്സ് കൂടുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് റീചാർജ് ചെയ്യണം. നമുക്കറിയാം, നമ്മുടെ ഫോൺ നമ്മൾ റീചാർജ് ചെയ്യാറുണ്ട്, നമ്മുടെ വണ്ടികളുടെ ബാറ്ററികളൊക്കെ നമ്മൾ റീചാർജ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മളെയും ഒന്ന് റീചാർജ് ചെയ്യണം. നമുക്ക് സന്തോഷവും സമാധാനവും ഒക്കെ തരുന്ന അന്തരീക്ഷം, വ്യക്തികൾ, ഇവരുടെ കൂടെ ഒക്കെ ഒപ്പമുള്ള സമയങ്ങൾ, അത് നമ്മളെ എന്തുകൊണ്ടും റീചാർജ് ചെയ്യുന്ന ഘടകങ്ങളാണ്. അതെ, ഫിസിക്കലായിട്ടും മെൻ്റലായിട്ടുമൊക്കെ നമ്മളെ റീചാർജ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന സ്ട്രെസ്സ്, മാനസികമായ പിരിമുറുക്കം തീർച്ചയായിട്ടും കുറയും. അതാണ് മൂന്നാമത്തെ ടിപ്പ്. നാലാമത്തെ ടിപ്പ് തുടങ്ങുന്നത് ഇ എന്ന അക്ഷരത്തിൽ നിന്നാണല്ലോ. അതെ, എക്സസൈസ് റെഗുലർലി. നമുക്ക് സ്ട്രെസ് ഉണ്ടാവുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ, ബുദ്ധിമുട്ടുണ്ടാവുമ്പോൾ നമ്മൾ നിരന്തരം വ്യായാമം ചെയ്യുകയാണെങ്കിൽ, എല്ലാ ദിവസവും ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് രാവിലെയോ വൈകിട്ടോ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്ട്രെസ്സ് കുറേയൊക്കെ കുറയും. അത് നല്ലൊരു ടെക്നിക്കാണ് സ്ട്രെസ്സ് കുറയാനായിട്ട്. അടുത്ത ടിപ്പാണ് സ്ട്രെങ്തൻ യുവർ മൈൻഡ്. അതെ, നമ്മുടെ മനസ്സിനെ ബലപ്പെടുത്താൻ നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു കാര്യമാണ് മെഡിറ്റേഷൻ. അതെ, ധ്യാനം. ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ യാതൊരു ഡിസ്ട്രാക്ഷനും ഇല്ലാതെ ഒരേ കാര്യത്തിൽ തന്നെ ഫോക്കസ് ചെയ്തിരിക്കുവാൻ നമ്മുടെ മനസ്സിനെ ഒന്ന് പഠിപ്പിക്കുകയാണെങ്കിൽ, ആ ഒരു മെഡിറ്റേഷൻ നമ്മൾ എല്ലാ ദിവസവും നടത്തുകയാണെങ്കിൽ ഈ സ്ട്രെസ്സിൽ നിന്നും മാനസികമായ സംഘർഷത്തിൽ നിന്നുമൊക്കെ നമുക്ക് നന്നായിട്ട് മോചനം നേടാൻ സാധിക്കും. ഇത് നല്ലൊരു ടിപ്പാണ്. നമ്മുടെ ജീവിതത്തിലെ സ്ട്രെസ്സ് കുറയ്ക്കാനുള്ള അടുത്ത ടിപ്പാണ് സ്റ്റേ പോസിറ്റീവ്. വളരെ പോസിറ്റീവായിട്ടുള്ള ചിന്തകളും പ്രവർത്തനങ്ങളും പോസിറ്റീവായിട്ടുള്ള വ്യക്തികളുമായിട്ടുള്ള സൗഹൃദങ്ങളും തീർച്ചയായും നമ്മുടെ സ്ട്രെസ്സിനെ, നമ്മുടെ മാനസിക പിരിമുറുക്കത്തെ കുറയ്ക്കുവാനുള്ള ഏറ്റവും നല്ല വഴിയാണ്. അതാണ് 6ാമത്തെ ടിപ്പ്. നമ്മുടെ ജീവിതത്തിലെ സ്ട്രെസ്സ് കുറയ്ക്കാനുള്ള 6 ടിപ്സ് ഏതൊക്കെയാണെന്ന് ഒരിക്കൽ കൂടി നമുക്കൊന്ന് കാണാം. യെസ്, ഷെയർ ടു സംവൺ ഹു ക്യാൻ ട്രസ്റ്റ്. ടി, ടൈറ്റൻ യുവർ മസിൽസ് ആൻഡ് റിലാക്സ്. ആർ, റീചാർജ് യുവർ എനർജി. ഇ, എക്സസൈസ് റെഗുലർലി. എസ്, സ്ട്രെങ്തൻ യുവർ മൈൻഡ്. എസ്, സ്റ്റേ പോസിറ്റീവ്. ബെസ്റ്റ് വിഷസ്.